ദൈവമേ നീ എന്നിൽ അനുദിനവും വളരണമേ, ഞാനോ കുറയണമേ. വിശുദ്ധ മത്തായി സുവിശേഷം അധ്യായം 17. അവർ ഗലീലയിൽ ഒരുമിച്ച് കൂടിയപ്പോൾ യേശു അവരോട് പറഞ്ഞു, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുവാൻ പോകുന്നു. അവർ അവനെ വധിക്കും. എന്നാൽ 3-ാം ദിവസം അവൻ ഉയർപ്പിക്കപ്പെടും. ഇത് കേട്ട് അവർ അതീവ ദുഃഖിതരായി തീർന്നു. അവർ കഫർന്നമിലെത്തിയപ്പോൾ ദേവാലയ നികുതി പിരിക്കുന്നവർ പത്രോസിന്റെ അടുക്കൽ ചെന്ന് ചോദിച്ചു, നിങ്ങളുടെ ഗുരു നികുതി കൊടുക്കുന്നില്ലേ? അവൻ പറഞ്ഞു, ഉവ്വ്. പിന്നീട് വീട്ടിലെത്തിയപ്പോൾ യേശു ചോദിച്ചു, ശിമിയോനെ, നിനക്കെന്ത് തോന്നുന്നു? ഭൂമിയിലെ രാജാക്കന്മാർ ആരിൽ നിന്നാണ് നികുതിയോ ചുങ്കമോ പിരിക്കുന്നത്? തങ്ങളുടെ പുത്രന്മാരിൽ നിന്നോ അന്യരിൽ നിന്നോ? അന്യരിൽ നിന്ന്, പത്രോസ് മറുപടി പറഞ്ഞു. യേശു തുടർന്നു, അപ്പോൾ പുത്രന്മാർ സ്വതന്ത്രരാണല്ലോ. എങ്കിലും അവർക്ക് ഇടർച്ച ഉണ്ടാകാതിരിക്കാൻ നീ കടലിൽ പോയി ചൂണ്ടയിടുക. ആദ്യം ലഭിക്കുന്ന മത്സ്യത്തിന്റെ വായ് തുറക്കുമ്പോൾ ഒരു നാണയം കണ്ടെത്തും. അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി അവർക്ക് കൊടുക്കുക. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ദേവാലയ നികുതിയുടെ ആത്മീയത ധ്യാനിക്കാം. ഇന്നത്തെ സുവിശേഷത്തിൽ 2 വ്യത്യസ്ത സംഭവങ്ങൾ ഒരുമിച്ച് നൽകപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഈ 2 വ്യത്യസ്ത സംഭവങ്ങൾക്കും ശരിയായ അർത്ഥവും വ്യാഖ്യാനങ്ങളുമുണ്ട്. യേശു ഗലീലയിൽ ഒരുമിച്ച് കൂടിയപ്പോൾ അവരോട് പറയുന്നുണ്ട്, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു. അവരവനെ വധിക്കും. 3 ദിവസങ്ങൾക്ക് ശേഷം ഉദ്ധാനം ചെയ്യും. യേശുവിന്റെ പീഡാസഹനവും മരണവും ഉദ്ധാനവും പ്രഖ്യാപിക്കപ്പെടുകയാണ്, അഥവാ മുൻകൂട്ടി പ്രവചിക്കുകയാണ്. 2-ാമത്തെ ഭാഗമാകട്ടെ ദേവാലയ നികുതിയുമായി ബന്ധപ്പെട്ട് ചോദ്യത്തിനുള്ള ഉത്തരവും നൽകുന്നുണ്ട്. ദേവാലയ നികുതിയെക്കുറിച്ചുള്ള ശരിയായ പഴയ നിയമ ചിന്തകൾ എന്തിനു വേണ്ടി ആയിരുന്നു എന്നത് പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം 12 മുതൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇസ്രായേൽ ജനം ഈജിപ്തിന്റെ അടിമത്തത്തിലായിരുന്നപ്പോൾ അവർക്ക് മോചന ദ്രവ്യമായിട്ടാണ് ആദ്യം നികുതി നൽകിയിരുന്നത്. അവരെ മോചിക്കേണ്ടതിന് അവർ നികുതി നൽകിക്കൊണ്ടേയിരുന്നു. എന്നാൽ യേശുവിന്റെ കാലത്ത് ജെറുസലേം ദേവാലയത്തിൽ നികുതി നൽകിയിരുന്നത് ദേവാലയത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയായിരുന്നു. കാരണം യഹൂദരുടെ എല്ലാവരുടെയും ഏക ആശ്രയമായ ദേവാലയമായിരുന്നു ജെറൂസലേം ദേവാലയം. അതിന്റെ സംരക്ഷണം അവിടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമായിരുന്നു. അതിന്റെ പേരിൽ അവർ നൽകിയിരുന്ന നികുതിയാണ് ദേവാലയ നികുതി. എന്നാൽ ക്രിസ്തു നമുക്കായി ഒരു നികുതി നൽകുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ജീവൻ തിന്മയിൽ പതിച്ചു പോകാതെ, പാതാളത്തിൽ വീണു പോകാതെ നിത്യരക്ഷ സ്വന്തമാക്കേണ്ടതിന്, പിശാചിന്റെ അടിമത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കേണ്ടതിന്, ബന്ധനത്തിൽ നിന്ന് നമുക്ക് മോചനം നൽകേണ്ടതിന് വേണ്ടി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ തിരുശരീരവും തിരുരക്തവും മോചന ദ്രവ്യമായി നൽകി, നികുതിയായി നൽകി. അതിലൂടെ വീണ്ടെടുക്കപ്പെട്ടവരാണ് നമ്മൾ. അതുകൊണ്ടാണ് നാം വീണ്ടെടുക്കപ്പെട്ട ജനം, വിശുദ്ധ ജനം, സ്വന്തമാക്കപ്പെട്ട ജനത, തിരഞ്ഞെടുക്കപ്പെട്ട വംശം എന്നീ പേരുകളിൽ അറിയപ്പെടുക. നാം വീണ്ടെടുക്കപ്പെടുവാൻ വേണ്ടി നൽകപ്പെട്ടത് ക്രിസ്തുവിന്റെ തിരുശരീര രക്തങ്ങളാണ്. നോക്കൂ, ഇനി ഒരു നികുതിക്കും നമ്മെ രക്ഷിക്കുവാനോ മോചന ദ്രവ്യമായി നൽകുവാനോ കഴിയില്ല. മറിച്ച് ക്രിസ്തു തന്നെ നമുക്ക് മോചന ദ്രവ്യമായി നൽകി. അതിൻ്റെ അർത്ഥം നമ്മൾ ആരും ഒരിക്കലും ഇനി അടിമകളല്ല എന്നതാണ്.
നാം ഒന്നിനും അടിമപ്പെട്ടു പോകാൻ പാടില്ലാത്തവരുമാണ്. പാപത്തിനും ഈ ലോകത്തിന്റെ ബന്ധനങ്ങളിലും നമ്മൾ അടിമപ്പെട്ടുകൂടാ. കാരണം നമ്മൾ മോചിതരായ, സ്വതന്ത്രരായ ഒരു ജനതയാണ്. ക്രിസ്തുവിന്റെ തിരുരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധ ജനമാണ്. നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ജീവിതത്തിലും ആ കൃപയുടെ ബലം നമുക്കുണ്ടാകണം. ദേവാലയം പരിപാവനമായിരിക്കുന്നത് പോലെ നാം ഓരോരുത്തരും പരിശുദ്ധരും പരിപാവനരും ആയിരിക്കണം. നാം ആകുന്ന ദേവാലയം വിശുദ്ധമായി കാത്തു സൂക്ഷിക്കുമ്പോൾ മാത്രമാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുക. നാം പ്രാർത്ഥിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന ഭൂമിയിലെ ദേവാലയത്തെ എത്രമാത്രം പരമപരിശുദ്ധമായി നമ്മൾ കാണുന്നുവോ അതിനേക്കാൾ ശ്രേഷ്ഠമാണ് നാം ആകുന്ന ദേവാലയം. നാം വീണ്ടെടുക്കപ്പെടുവാനും വിശുദ്ധ ജനമാകാനും വേണ്ടിയിട്ടാണ് ക്രിസ്തു നമുക്ക് വേണ്ടി മുറിവേറ്റത്, തകർക്കപ്പെട്ടത്, മരണം വരിക്കേണ്ടി വന്നത്, പീഡകൾ സഹിക്കേണ്ടി വന്നത്, ഉത്ഥാനത്തിന്റെ മഹത്വത്തിലേക്ക് നയിച്ചത്. ആകയാൽ കൂടുതൽ വിശ്വസ്തയോടെ നാം ആകുന്ന ദേവാലയത്തെ കരുണയോടെ സംരക്ഷിക്കുവാൻ കർത്താവിന്റെ വലിയ അനുഗ്രഹവും കൃപയും പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ. ദൈവമേ, നീ എന്നിൽ അനുദിനവും